റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പൂട്ടിട്ട് കെ.പി.സി.സി. മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തണമെന്ന് നേതാക്കൾക്ക് കെ.പി.സി.സിയുടെ നിർദ്ദേശം. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി ചർച്ചകൾ അവമതിപ്പുണ്ടാക്കിയെന്നും അവസാനിപ്പിക്കണമെന്നും കെ.പി.സി.സി അധ്യക്ഷൻ നിർദ്ദേശം നൽകി. വിവാദങ്ങൾക്കിടയിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ അധ്യക്ഷ പദവി ഒഴിയാൻ ഹൈബി ഈഡൻ സന്നദ്ധത അറിയിച്ചു. റോഷിപാൽ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയാലും ഈ ചർച്ചകൾ നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ശ്രുതി, മുഖ്യമന്ത്രി ചർച്ചകൾ സൈബർ പോരിലേക്ക് കടന്നതോടെയാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. എ.ഐ.സി.സിയുടെ കൂടെ ഇടപെടലുണ്ടെന്ന് വാർത്താക്കുറിപ്പിൽ സണ്ണി ജോസഫ് വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ ചർച്ചകൾ പൊതുസമൂഹത്തിൽ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ്. UDFന്റെ പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്ന, അവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചർച്ചകൾ അവസാനിപ്പിക്കണം. ഇനിയും ചർച്ചകൾ തുറന്നാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഏതായാലും സൈബർ ഇടത്തിൽ വലിയ പോരുണ്ടാകുന്നു. കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ കെ.പി.സി.സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്റർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. അതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ തന്നെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. അതിനിടയിലാണ് സംസ്ഥാന അധ്യക്ഷനായ ഹൈബി ഈഡൻ രാജിസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചത്. കാരണം സംസ്ഥാന കോർഡിനേറ്റർ വിമല ബിനുവിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കൂടി ആ ഡിജിറ്റൽ സെല്ല് സംശയമുനയിലായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് റോജി എം ജോൺ എ.ഐ.സി.സി സെക്രട്ടറിയാണ്. റോജി എം ജോണിനെതിരെ അധിക്ഷേപം ചുരിയാൻ വേണ്ടിയുള്ള ആഹ്വാനം ഈ സൈബർ വിങ് ആണ് ശരി, വ്യക്തമാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ നിർത്തണമെന്ന് നേതാക്കൾക്ക് കെ.പി.സി.സിയുടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.